Hello everyone, welcome to CodeCoders Malayalam YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് പാറ്റേൺസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പാറ്റേൺസ് എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺസ് ആണ് അത്. ഇതിലെ ഫസ്റ്റ് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പാറ്റേൺ കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലൂ കളറിലും അതുപോലെ ബ്ലാക്ക് കളറിലും ആയിട്ടുള്ള പാറ്റേൺ തികച്ചും എന്ത് ചെയ്യാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കാരണം ഇതിലെന്തുകൂടി ഉണ്ട്, എക്സ്ട്രാ എന്തുണ്ട്, ഒരു ഡോളറിൻ്റെ സിമ്പിൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുണ്ട്, തേർഡ് പാറ്റേണിലോട്ട് എത്തുമ്പോൾ ആ ഒരു ടൈമിൽ എന്തുണ്ട്, ഇതിൻ്റെ നമ്പർ ഓഫ് എന്തുണ്ട് പാറ്റേൺസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയും. ഇപ്പോൾ ഫസ്റ്റത്തെ നോക്കൂ, ഫസ്റ്റ് ഒരു സ്റ്റാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടോ ഒരു $1. അതുപോലെ തേർഡ് പാറ്റേണിൽ എത്തുന്ന ടൈമിൽ അത് $3 ആകുന്നുണ്ട് ആ തേർഡ് ലൈനിൽ വരുമ്പോൾ. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വേറൊരു ഡയറക്റ്റായിട്ട് ഒരു ടേബിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്, ഫസ്റ്റത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് ആ ഒരു അതിൻ്റെ വീഡിയോ നമ്മൾ 11ാമത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു, ജസ്റ്റ് നിങ്ങളാവൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ലൂപ്പും കാര്യങ്ങളും വർക്കിംഗ് എങ്ങനെയാണ്, ഇത് വെറും 2 ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളതൊന്ന് പോയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കി വരാം. ഓക്കെ, അപ്പോൾ അത് കാണാതെ പെട്ടെന്ന് നോക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഞാൻ ഐൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഐൻ്റെ നേരെ താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, എവിടേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സ്റ്റാറിൻ്റെ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ളത്, ആ ഒരു രീതിയിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. ആ ലെങ്ത്തായിട്ട് കണ്ടോ, ഓരോ കോളത്തിന് അനുസരിച്ച് റോയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് വരുന്നതിനെയാണ് ഞാൻ ഐ ആയിട്ട് എടുത്തിട്ടുള്ളത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്, കൗണ്ട് വരുന്നത്, ആദ്യത്തെ ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ നമുക്ക് ഒറ്റ സ്റ്റാർ പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് അതായത് 3 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ തേർഡ് ഐൻ്റെ പൊസിഷൻ എത്തുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് 7 സ്റ്റാർ ആണ് ഫോർത്ത് പൊസിഷൻ എത്തുന്ന ടൈമിൽ, പിന്നെ 9 സ്റ്റാർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാൻ ബിൽഡ് ചെയ്തൊരു ഇക്വേഷനാണിത്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്, ഇത് സാറ്റിസ്ഫൈ ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 2 × i-1 + 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ ആദ്യത്തെ കളിയിൽ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ 1 - 1 എന്ന് ഞാൻ ആദ്യം എന്ത് കൊടുക്കുന്നു, ഈ ഏറ്റവും ഇൻസൈഡുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള വാല്യൂ ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആദ്യം ചെക്ക് ചെയ്യും. i-1 എന്ന് പറയുമ്പോൾ 1 - 1 എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 0 × 2 എന്നാണ് പിന്നെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 × 0 എന്ന് പറയുമ്പോൾ 0 തന്നെ, +1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ലൈനിൽ 1 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇനി നമുക്ക് 3 സ്റ്റാർ കിട്ടുന്നുണ്ടോ നോക്കും, സെക്കൻഡ് ഐൻ്റെ പൊസിഷൻ 2-ലെത്തുമ്പോൾ. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ 2 - 1. ഓക്കെ, 2 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 × 2. ഓക്കെ, 1 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 2 തന്നെ. ഓക്കെ, 2 + 1 3. ഓക്കെ, അതുപോലെ എന്താണ്, സെയിം റിപ്പീറ്റ് ആയിട്ടാണ് താഴേക്കുള്ള ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെയുള്ള ഈ 3 സ്റ്റാർസും കൂടി ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്ക് സെക്കൻഡ് വരുന്നത്, ഈ ഒരു റെഡ് കളറിൽ വരുന്ന പാറ്റേൺ. അതുപോലെ പിന്നെ ബ്ലാക്ക് കളറിൽ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ആണ് തേർഡായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതെന്താണ്, അതിലുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, വരുന്ന ഇതിലായിട്ട് പറഞ്ഞുതരാം ബാക്കിയായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോഡിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് കുറച്ച് വേരിയബിൾസ് വേണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ആണ് വേണ്ടത്, നമുക്ക് എത്ര ലൂപ്പ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് ഞാൻ ഈ വേരിയബിൾസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ കോഡിൽ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് ഐ, അതുപോലെ നമുക്ക് വേറെ ഏതാ വേണ്ടത്, വേറെ ജെ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, പിന്നെ കെ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് എൽ എന്ന് പറയുന്നൊരു വേരിയബിൾസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മറന്നു കഴിഞ്ഞാൽ ഇത്
ഓക്കെ, നമുക്ക് എറർ വന്ന് പിന്നെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എന്ന് പറയുന്ന ലൂപ്പ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ലെസ് ദാൻ ഏത് വരെയാണ്, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ പാറ്റേണിൽ കണ്ടില്ലേ. ഓക്കെ, ഇവിടെ 5 വരെയാണ് അതിൻ്റെ വാല്യൂ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഐ പ്ലസ് പ്ലസ്. ഓരോ ലൂപ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കണം അതിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് വരുന്നത് എന്ത് ചെയ്യണേ, ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു ജെ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയാണ് നമുക്ക് ഈ ഒരു ജെ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ 1 അതുപോലെ 3 5 7 9 എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഇക്വേഷൻ എന്ന് വരുന്നത്, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എങ്ങനെ നമ്മൾ ഇക്വേഷൻ കൊടുത്ത ഓർമ്മയുണ്ടോ, 2 ഇൻറ്റു, ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, i-1 എന്ന് കൊടുക്കുന്നു, i-1, എന്നിട്ട് അതിൻ്റെ ആ ഒരു ബ്രാക്കറ്റിന് പുറത്തായിട്ട് +1 എന്ന് കൂടി കൊടുക്കുന്നു. ഇപ്പം നമുക്ക് എന്തായി, ആ ഒരു രീതിയിൽ ഇൻക്രിമെൻ്റ് ആയി വരാനുള്ള ഒരു പാറ്റേൺ ആയി. ഓക്കെ, ആ ഒരു ഇക്വേഷനായി. ആ ഇക്വേഷൻ കൊടുത്തിട്ട് നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് എന്താണ് നമുക്ക് വേണ്ടത്, സ്റ്റാർ ആണ് വേണ്ടത് ഫസ്റ്റ്. ഓക്കെ, സ്റ്റാർ കൊടുക്കുന്നു, അതിൻ്റെ പുറത്ത് പ്രിൻ്റ് എന്ത് സെമിക്കോളൻ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഓരോ എന്താണ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും താഴത്ത് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ത് കൊടുക്കും, നമ്മൾ /n എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് മാത്രം എന്ത് ചെയ്താണ്, ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കണം. ഓക്കെ, ഓക്കെ, ഇവിടെ എന്താണ് ഒരു ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഐ പ്ലസ് പ്ലസ്, ഓക്കെ, ഐ അല്ല ജെ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്രിമെൻ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി എന്താണ് ഇവിടെ ഒരു എററായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ, ഇവിടെ ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് എക്സ്പെക്റ്റഡ്, കണ്ടോ, ഒരു ബ്രാക്കറ്റ് ബിഫോർ സെമിക്കോളൻ, കണ്ടോ, സെമിക്കോളൻ ഇടുന്നതിന് മുമ്പ് അത് ചെയ്തിട്ടില്ല എന്നാണ് അവിടെ എറർ. ഓക്കെ, നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഓക്കെ, ഇതിന് എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ J++ൻ്റെ പുറത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഓക്കെ ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ എന്ത് ചെയ്തു, 1 സ്റ്റാർ കിട്ടി, പിന്നെ 3 സ്റ്റാർ, പിന്നെ അതുപോലെ 5, പിന്നെ 7, പിന്നെ 9, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ഈ ഒരു രീതിയിൽ തന്നെയാണ് വന്നത്. പക്ഷേ ഇനി എന്തുണ്ട്, ഇതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഒരു സ്റ്റാർ, അതുപോലെ പിന്നെ 2 സ്റ്റാർ 2 തവണ, ഒരു സ്റ്റാർ ഇവിടെ ഒരു തവണ, 2 സ്റ്റാർ വരുന്ന ടൈമിൽ 2 തവണ, 3 സ്റ്റാർ വരുമ്പോൾ 3 തവണ, 4 സ്റ്റാർ വരുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ 4 തവണ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയി വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർ ലൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കെ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് കൊടുക്കുന്നത്. കെ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കെൻ്റെ വാല്യൂ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെയാണ്, കണ്ടോ, നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കൂ, 1 ആകുമ്പോൾ ഒരു ടൈം, 2 ആകുമ്പോൾ 2, കണ്ടോ, ഐൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 2, ഐൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 3 സ്റ്റാർ, ഐൻ്റെ വാല്യൂ 4 ആകുമ്പോൾ 4 സ്റ്റാർ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നല്ല ഐ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഐൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് I++ എന്ന് കൊടുക്കുന്നു, ഐ അല്ല സോറി, K++. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇൻക്രിമെൻ്റ് ആയി വരേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, താഴോട്ട് ഇൻക്രിമെൻ്റ് ആയി വരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു ഫോർ ലൂപ്പ് കൂടി വേണം, എന്തിന്, പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സെയിം രീതിയിൽ ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് പ്രിൻറ്റും ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെ എന്നല്ല, നമ്മൾ എൽ എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു. എൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കുക, ഐ എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എല്ലിന് എന്ത് ചെയ്യുക, നമ്മൾ എൽ എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പ്രിൻ്റ് എന്ത് കൊടുക്കുക, നമുക്ക് പ്രിൻ്റ് എന്താണ് നമുക്ക് വേണ്ടത്, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് സ്പേസ് കൂടി കൊടുക്കുന്നു. എന്നിട്ട് സെമിക്കോളൻ, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ രീതിയിലും ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കുന്നു, പിന്നെ 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കുന്നു, പിന്നെ 3 സ്റ്റാർ, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റോയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇന്നർ ലൂപ്പിൻ്റെ തൊട്ട് താഴായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഒരു /n എന്ന് കൂടി കൊടുക്കാൻ പോവാണ്. ഓക്കെ,
/n എന്ന് കൊടുക്കുന്നു, സെമി കോളൻ ഇട്ടിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്തുണ്ട്, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ട രീതിയിലുള്ള പാറ്റേൺ അല്ല. 5th ലൈന് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് 5 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ അനുസരിച്ച് കണ്ടോ 5 × 5 എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് എന്ത് ചെയ്താണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെക്ക് ചെയ്താണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്, നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. ഇഫ് ഇവിടെ എന്താണ് ഐൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഓക്കെ, 0 അല്ല 5 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒഴിവാക്കാൻ പറ്റും. ഐൻ്റെ വാല്യൂ 5 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യൂല, പ്രിൻ്റ് ചെയ്യൂല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ താഴത്തെ ലൈന് പ്രിൻ്റ് ആവില്ല. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ആ ഒരു രീതിയിൽ സെയിം ആയിട്ട് കിട്ടിയില്ലേ. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് പാറ്റേൺ നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പാറ്റേൺ ഒന്നുമില്ല, ജസ്റ്റ് എന്തുള്ളൂ, ഇവിടെ ഒരു വ്യത്യാസം കാണാനുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ഡോളർ വരുന്നുണ്ട്, ഡോളർ സിമ്പലാണ് വരുന്നത്. സെയിം നമ്മുടെ പാറ്റേൺ. ഞാൻ എന്തിനാണ് ഈ ഒരു പാറ്റേൺ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ഡോളർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഡോളർ വരുന്നത്, ഡോളർ എവിടെയാണ് വരുന്നതെന്ന് നോക്കൂ. ജസ്റ്റ് ഇത് നമ്മുടെ ഐൻ്റെ വാല്യൂ ജെൻ്റെ വാല്യൂ ഒക്കെ 1 ആവുന്ന ടൈമിൽ ജെൻ്റെ വാല്യൂ, ഈ ഒരു ജെ ലൂപ്പ് നമ്മൾ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഫോർ ലൂപ്പിൽ ജെ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നത് എന്താണ്, ഈ ഒരു ഞാൻ ഈ ഒരു മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ടോ, ഇത് മാത്രം പ്രിൻ്റ് ചെയ്യിക്കാനായിരുന്നു. ഇത് നേരത്തെ ഏറ്റവും ഫസ്റ്റ് ടൈമിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ, അതിൽ എന്താണ് 1 എന്ന് വരുന്ന ആ ഒരു രീതിയിലാണ്. അതായത് ജെൻ്റെ വാല്യൂ എന്താണ് മോഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, മോഡ് ചെയ്യുന്ന ടൈമിൽ 0 കിട്ടുന്ന ടൈമിലാണ് എന്ത് വരുന്നത്, ആ ഒരു രീതിയിൽ ഇവിടെ ഡോളർ പ്രിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തി കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ഇഫ് കണ്ടീഷനിൽ. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക്, നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഇഫ് കണ്ടീഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജെൻ്റെ വാല്യൂ ജെ മോഡ് 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ജെൻ്റെ വാല്യൂ 1 ആണ്. 1നെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് ചെയ്യാണ്, 0 എന്ന് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ അവിടെ ഡോളർ പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, പ്രിൻ്റ് എഫിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഡോളർ പ്രിൻ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എൽസിലോട്ടും മാറ്റി കൊടുക്കണം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഇടാതെയും ചെയ്യാം കേട്ടോ, എൽസും ഇതൊക്കെ. ഞാൻ വേറെ രീതിയിലും ടെർണറി ഓപ്പറേറ്ററും വെച്ചിട്ട് എന്ത് ചെയ്യുക, എൽസൊക്കെ പ്രിൻ്റ് ചെയ്യിക്കുന്നതും കൂടി എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇക്വേഷന് ജെ മോഡ് 2 = 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡോളർ പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കൂ. കണ്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ നമ്മളെ പാറ്റേൺ എന്തായിട്ടുണ്ട്, ഡോളർ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. 1 3 5 7 9 എന്ന് തന്നെയാണ് നമ്മുടെ മുകളിലുള്ള ഇക്വേഷനും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ജെ ലൂപ്പിൽ നമ്മൾ ഈ ഒരു ജെ മോഡ് 2 = 0 എന്ന് കൊടുക്കുന്നതുകൂടി ഈ ചേഞ്ചിലോട്ട് വരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമ്മുടെ തേർഡ് പാറ്റേൺ ആണ് നോക്കാനുള്ളത്. ഓക്കെ, ഒന്നുകൂടി മൈനസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സൈസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് ഡോളർ വരുന്നുണ്ട്. പക്ഷെ ഡോളറിൻ്റെ കണ്ടോ, ഐൻ്റെ പൊസിഷൻ 2 ആകുന്ന ടൈമിൽ $1 ഉള്ളൂ. ഓക്കെ, അത് മുകളിലും സെയിം തന്നെയാണ്. പക്ഷേ ഐൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്, ഫസ്റ്റത്തെ കേസിൽ എത്ര ഉണ്ട്, $2 ഉള്ളൂ ഇവിടെ. ഓക്കെ, അതായത് 5 ആണ് അവിടെ വരുന്ന സൈസ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ കണ്ടോ, ഐൻ്റെ വാല്യൂ ഇതെത്തുമ്പോൾ 6 നമ്പർ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ സ്റ്റാറും ഡോളറും കൂടി ആഡ് ചെയ്ത് ഇവിടെ പ്രിൻ്റ് ആകുന്നുണ്ട്. പിന്നെ 9 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എത്രയാണ്, പിന്നെ 7 ആണ്. ഇവിടെ 9 വരുന്ന ടൈമിൽ എത്രയാണ്, ഇവിടെ 12 ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറച്ചും കൂടി ഇൻക്രിമെൻറ്റ്, കുറച്ച് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻ്റെ വാല്യൂ ഇവിടെ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഐൻ്റെ വാല്യൂ = 1 ആണെങ്കിൽ, ഐൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് മതി, ഐ ആണ്. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്തിനാണ്, ഐൻ്റെ വാല്യൂ 1 ആണോ, ആണെങ്കിൽ എന്താണ്, ഐ എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത്, എത്ര എണ്ണം പ്രിൻ്റ് ചെയ്യിക്കണം എന്നുള്ളത്, എത്ര എലമെൻറ്റ്സ്, അതായത് എത്ര സ്റ്റാർ.
അല്ലെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത് അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ 1 ആകുമ്പോൾ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റത്തെ ഇഫ് കേസ് സാറ്റിസ്ഫൈ ആവുള്ളൂ. ബാക്കിയെല്ലാം എൽസ് ആണ്. അതിനാണ് ഈ ഒരു 2 ഡോട്ട് വരുന്നുണ്ടോ, എൽസ് കേസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൽസ് കേസ് ആണിത്. എൽസ് കേസ് എന്താണ്, i-1 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ നമുക്ക് 1ൽ ഇത് ഇങ്ങനെ പോകുന്നു. സെക്കൻഡ് വരുമ്പോൾ 1 ആണോ, അല്ല, ഇതിൻ്റെ എൽസ് കേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗമാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, i-1 എന്ന് പറയുമ്പോൾ എത്ര, ഐൻ്റെ വാല്യൂ 2 ആണ്. 2 - 1 എന്ന് പറയുമ്പോൾ 1. 1 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാ, 3 തന്നെ. ഓക്കെ, 3 കിട്ടി നമുക്ക്. പിന്നെ എന്താണ് വരുന്നത്, പിന്നെ നമുക്ക് 6 കിട്ടണം. 6 നമ്മുടെ എൽസ് കേസിലാണ് വരുന്നത്. കാരണം i=3 അല്ല, i= എന്താണ്, ഓക്കെ, i=3 ആണ്, 1 അല്ല. ഓക്കെ, ഇപ്പോൾ എൽസ് കേസിൽ എന്താ വരുന്നത്, ഐൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ, 3. 3 - 1 എന്ന് പറയുമ്പോൾ എത്ര, 2. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 കിട്ടി. ഓക്കെ, അതേപോലെ എന്താണ് ഇവിടെയും 4. 4 - 1 എന്ന് പറയുമ്പോൾ 3. 3 ഇൻറ്റു 3 9. ഓക്കെ, ഇവിടെ അങ്ങനെ വരുന്നത് 5 - 1 എന്ന് പറയുമ്പോൾ 4. 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാ, 12. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻക്രിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഈ മെയിൻ ഫോർ ലൂപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട്, ഓക്കെ, ഈ ജെ ലൂപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പുതിയൊരു വേരിയബിൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള നെയിമായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. ഇനി കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, കൗണ്ടിൽ ഓക്കെ നമ്മൾ അവിടെ കൊടുത്തതുപോലെ തന്നെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അവിടെ നമ്മൾ കൊടുത്തില്ലേ, ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാൻ പോവുക, ഐൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുകയാണേ. ഐൻ്റെ വാല്യൂ =1 ആണോ നോക്കുന്നു. ഞാൻ 1 ആണോ നോക്കാൻ നമ്മൾ ഇഫ് ഇട്ടില്ല, ഇഫിന് പകരം എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്കിൽ ഐൻ്റെ വാല്യൂ =1 ആണെങ്കിൽ ഐ തന്നെ, അല്ലെങ്കിൽ എൽസിൽ എന്താ വരുന്നത്, ഓക്കെ, ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഐ ഇൻറ്റു, ഓക്കെ, ഐ ഇൻറ്റു അല്ല, ഐയിൽ നിന്ന് എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ്. എന്ത്, 1 മൈനസ് ചെയ്യുന്നു, ഇൻറ്റു 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റു 3. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ഒരു ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മുമ്പ് യൂസ് ചെയ്ത ഇക്വേഷനെ ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അവിടെയാണ് കൗണ്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പിക്ചറിൽ കണ്ട രീതിയിലുള്ള സെയിം പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒന്നുകൂടി കണ്ടോ, ഇവിടെ 3 ഫസ്റ്റ് ലൈനിൽ 1 വരുന്നു, പിന്നെ 3, പിന്നെ എത്രയാ, പിന്നെ 1 2 3 4 5 6 കിട്ടി. ഓക്കെ, 6 കിട്ടി കഴിഞ്ഞാൽ പിന്നെ 9 കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഇവിടെ 9 ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ലൈനിൽ 12 ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ഓക്കെയാണ്. ബാക്കി നമ്മുടെ എന്താണ്, ജെ ലൂപ്പിൻ്റെ ഇന്നർ കണ്ടീഷൻസ് ഒക്കെ, ഇഫ് കണ്ടീഷന് എൽസ് കണ്ടീഷനൊക്കെ കറക്റ്റ് സെയിം അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് 3ഉം റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് ബിഗിനിങ്ങിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫ്രീ ടൈമിൽ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊക്കെ ഒരുപാട് ഇതുപോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന, അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ബിഗിനിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, ബേസിക് കോഡിങ്ങിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റുക, ഒരുപാട് കോഡിങ് ഒക്കെ നിങ്ങൾക്ക് ലോജിക് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അവർക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സീ യു. ഹലോ.